Okay, good afternoon. ഇപ്പം നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം അർത്ഥം എഴുതാനാണ്. അർത്ഥം എഴുതാൻ ഒന്നാമത്തത് ജ്ഞാനം. ജ്ഞാനം. ഓക്കെ, എഴുതിയോ? ജ്ഞാനം. ജ്ഞാനം. ആദ്യം തൊട്ട് ഒന്നും കൂടെ പറയാമോ? ആദ്യം തുടങ്ങിയതേ ഉള്ളൂ നമ്മള്. ഫസ്റ്റ് വൺ അർത്ഥം എഴുതാനാണ് ജ്ഞാനം. അതിന്റെ അർത്ഥം എഴുതണം, മീനിങ്, വേർഡ് മീനിങ്. വേർഡ് മീനിങ്ങില് ഫസ്റ്റ് വൺ ജ്ഞാനം. നെക്സ്റ്റ് മരതകം. 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 മരതകം എന്നല്ലേ? മരതകം. നെക്സ്റ്റ് തെന്നൽ. തെന്നൽ. ആദ്യത്തേത് ജ്ഞാനം എന്ന പദത്തിന്റെ അർത്ഥം എഴുതണം, എന്ന വാക്കിന്റെ അർത്ഥം. രണ്ടാമത്തത് മരതകം. മൂന്നാമത്തത് തെന്നൽ. 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 ഓക്കെ. നെക്സ്റ്റ് മധു. 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 മൂന്നാമത്തേത് തെന്നൽ. നാലാമത്തേത് മധു. രണ്ട് മരതകം. മരതകം. അപ്പൊ വേർഡ് മീനിങ് എല്ലാവർക്കും പറഞ്ഞുതരാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. ഫസ്റ്റ് വൺ ജ്ഞാനം. രണ്ടാമത്തത് മരതകം. 3 തെന്നൽ. 4 മധു. ഇപ്പൊ 4 എണ്ണം ഞാൻ പറഞ്ഞു. വേർഡ് മീനിങ്ങിൽ 4 എണ്ണം. ഓക്കെ. ഓക്കെ. അപ്പോ 4 എണ്ണാണ് വേർഡ് മീനിങ്ങിൽ പറഞ്ഞത്. 1 ജ്ഞാനം, 2 മരതകം, 3 തെന്നൽ, 4 മധു. ട്ടോ, 4 എണ്ണം. നെക്സ്റ്റ് അഞ്ചാമത്തത് പറയാ
പ്രസിദ്ധം പ്രസിദ്ധം. പ്രസിദ്ധം എഴുതിയോ? ലാസ്റ്റ് വൺ ആദരം. ആദരം. ആദരം വിപരീത പദമാണോ? അല്ല, അർത്ഥത്തിൽ തന്നെ ഞാൻ 6 പറഞ്ഞു. ആദരം എന്നല്ല നമ്മുടെ അർത്ഥത്തിലുള്ളത് ആദരിക്കുക. അപ്പൊ അതിനറിയാലോ നിങ്ങൾക്ക്. ആദരിക്കുക അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയെങ്കിൽ ആദരം അറിയാലോ. അഞ്ചാമത്തത് ഓക്കെ, അഞ്ചാമത്തതാ. അഞ്ചാമത്തത് പ്രസിദ്ധം. നാലാമത്തത് മധു. എഴുതുന്നെങ്കിൽ എഴുതിക്കോ. അർത്ഥം എഴുതുമ്പോ എഴുതുന്ന നല്ലത്. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇനി എഴുതണ്ട. അർത്ഥം ഒന്നുകൂടി പറയാ. ഫസ്റ്റ് വൺ ജ്ഞാനം. രണ്ടാമത്തത് മരതകം. 3 തെന്നൽ. 4 മധു. മധു. 5 പ്രസിദ്ധം. 6 ആദരിക്കുക. ഓക്കെ, ആദരം അല്ലേ? ആദരം. ഓക്കെ, ആദരം. ഓക്കെ ആയില്ലേ? അപ്പൊ 6 3 മാർക്ക് 6 നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, ഫിനിഷ് ആണോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, ഓപ്പോസിറ്റ് വേർഡ് പ്രധാനം. 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 രണ്ടാമത്തത് സമ്പന്നം. സമ്പന്നം. എന്താ ആഷിനെ ചോദിച്ചോ? ആഷിൻ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ് ആണോ? വിപരീത പദത്തില് ഒന്നാമത്തത് പ്രധാനം. രണ്ടാമത്തത് സമ്പന്നം. അതിന്റെ വിപരീത പദം എഴുതണം 2. ഓക്കെ, 1 മാർക്ക് 2. നെക്സ്റ്റ് പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ്. എന്താണ് മോനെ? ആരാണ് സംസാരിക്കുന്നത്? ഷംബീലിനാണോ? ആദ്യം തൊട്ട് ഞാൻ ഒന്നുകൂടി പറയും, കൃത്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ അർത്ഥം എഴുതാനാണ്, വേർഡ് മീനിങ്. അപ്പൊ അതിൽ ഒന്നാമത്തത് ജ്ഞാനം. ജ്ഞാനം. 2 എഴുതിയോ ഷംബീലേ? ഓക്കെ, എഴുതിയോ? ജ്ഞാനം എന്ന വാക്കിന്റെ അർത്ഥം എഴുതിയോ?
നെക്സ്റ്റ് മരതകം. തേർഡ് വൺ തെന്നൽ. നാലാമത്തത് മധു. അഞ്ചാമത്തത് പ്രസിദ്ധം. ആറാമത്തത് ആദരം. ഇത്രയും വേർഡാണ് പറഞ്ഞത് അർത്ഥം എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെക്സ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്? വിപരീത പദം എഴുതാൻ, ഓപ്പോസിറ്റ് വേർഡ് എഴുതാൻ. ഓക്കെ, അതിലൊന്ന് പ്രധാനം, രണ്ടാമത്തത് സമ്പന്നം. സമ്പന്നം അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതണം. പ്രധാനവും സമ്പന്നവും, രണ്ട് വാക്കുകൾ. ഓക്കെ, ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ചേർത്തെഴുതുക. ചേർത്തെഴുതുക. അതില് ഒന്നാമത്തത് നിങ്ങൾക്ക് പ്ലസ് അറിയാമോ, അത് ചേർത്തെഴുതണം. നിങ്ങൾക്ക് പ്ലസ് അറിയാമോ അത് ചേർത്തണം. എന്താണ് ഷെഫി? ഓ മിസ്സേ, ആ വിപരീത പദത്തില് രണ്ടെണ്ണല്ലോ? രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, രണ്ടെണ്ണം ചേർത്ത് എഴുതുക. എഴുതിത്തരണോ? ക്വസ്റ്റ്യൻ എഴുതിത്തരണോ? ഓക്കെ, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് പ്ലസ് അറിയാമോ, അതാണ് എഴുതേണ്ടത്. ഓക്കെ ഓക്കെ, ഫിനിഷ് ആണ് അല്ലേ? നെക്സ്റ്റ് മാതൃഭാഷ പ്ലസ് ആയ. മാതൃഭാഷ പ്ലസ് ആയ. ഓക്കെ, എടുത്തോ. തുറക്കാനാവൂല, എനിക്ക് ലോക്ക് ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് തരാം. ഓ ഒന്നും കൂടെ പറയുവോ? മാതൃഭാഷ പ്ലസ് ആയ ചേർത്ത് എഴുതണം. സേറ എഴുതി കഴിഞ്ഞോ? സേറ പഠിച്ചില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ഞാൻ ഇന്നത്തെ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ തന്നെ ആൻസർ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് വിടണേ. ഓക്കെ, ആ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിട്ട് അതിന്റെ മാർക്ക് വിട്ടാൽ മതി കേട്ടോ, ടോട്ടൽ മാർക്ക്. ഓക്കെ, അപ്പോ രണ്ടെണ്ണേ ഉള്ളൂ, ഒരു മാർക്ക് രണ്ടെണ്ണത്തിന്. ഇപ്പൊ ടോട്ടല് ആയില്ലേ? ഇനി എന്താണെന്നറിയോ? പിരിച്ചെഴുതുക. മാതൃഭാഷ പ്ലസ് ആയ. എഴുതുകയിൽ രണ്ടാമത്തത് മാതൃഭാഷ പ്ലസ് ആയ, അതാണ് ചേർത്ത് എഴുതേണ്ടത്. ഒന്നാമത്തത് നിങ്ങൾക്ക് പ്ലസ് അറിയാമോ. നെക്സ്റ്റ് പിരിച്ചെഴുതുക. പിരിച്ചെഴുതുകയില് ഇതുവരെയുള്ളത് ഫിനിഷ് ആയോ മക്കളെ? ഓക്കെ, ആവാത്ത കുട്ടി, ഫിനിഷ് ആവാത്ത കുട്ടികളുണ്ടോ? എഴുതാത്ത കുട്ടികളുണ്ടോ? ഫാത്തിമ എഴുതിയിട്ടേ? ഫാത്തിമ എഴുതി. ഓക്കെ, കൃപാമേരി എഴുതിയിട്ടേ മോളെ? ഓക്കെ ഓക്കെ, എഴുതി അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പിരിച്ചെഴുതുകയാണ്. അതില് നാം എത്രമേൽ പിരിച്ചെഴുതണം. നാം എത്രമേൽ. നാം എത്രമേൽ. ഫിനിഷ് ആയി അല്ലേ? ഒന്നാമത്തത് നാം എത്രമേൽ.
നെക്സ്റ്റ് രണ്ടാമത്തത് ഏ നാം എത്രമേലല്ലേ? അയ്യോ ചോദിക്കല്ല ദേവാഞ്ജന. നാം എത്രമേൽ എന്നത് പിരിച്ചെഴുതണം. ആൻസർ പറയില്ലടാ. വളരെയധികം, വളരെയധികം, വളരെയധികം. ഓക്കെ. യെസ് മിസ് കൈ. ഓക്കെ. മിസ്സേ പിരിച്ചെഴുതാൻ രണ്ടെണ്ണേ ഉള്ളോ? ആ നെക്സ്റ്റ് വാക്യത്തെ പ്രയോഗിക്കുക. വാക്യം നിർമ്മിക്കാം. വാക്യം നിർമ്മിക്കാം. ആരാ വിളിക്കുന്നേ? വാക്യം നിർമ്മിക്കുക. അതിലൊന്നാമത്തത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും. അത് വെച്ചൊരു വാക്യം നിർമ്മിക്കണം. അതായത് വാക്യത്തെ പ്രയോഗിക്കുക. വാക്യം നിർമ്മിക്കുക. ഓക്കെ. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും. അത് വെച്ചൊരു വാക്യം നിർമ്മിക്കണം. ഓക്കെ, ഫിനിഷായോ? എല്ലാവർക്കും ഫിനിഷായോ മക്കളെ? ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും. നെക്സ്റ്റ് ബഹുമതി. ബഹുമതി രണ്ടാമത്തത് ബഹുമതി. അത് എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആദ്യത്തത്. രണ്ടാമത്തത് ബഹുമതി. 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 രണ്ടാമത്തത് ബഹുമതി. അപ്പൊ രണ്ടെണ്ണാണ് വാക്യത്തിൽ പ്രയോഗിക്കാൻ. വൃത്തി എഴുതണേ. 2 മാർക്ക് തരാം ഇനി. 1. അപ്പൊ 4 മാർക്കാണ്. വൃത്തി എഴുതണേ. നല്ല നീറ്റിൽ എഴുതണം കേട്ടോ, എന്നാലേ 4 മാർക്ക് കിട്ടൂ. നെക്സ്റ്റ് ഇനി അത് കഴിഞ്ഞാല് ചോദ്യോത്തരാണ്. ഉത്തരം എഴുതുക. അതിൽ ഫസ്റ്റ് വൺ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? സേബ, ആരാ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? സേബ, മസ്ലോവയാണോ? അതെ. ഞാൻ വരുന്നുണ്ട് പറഞ്ഞ അവളോട്. ക്വസ്റ്റ്യൻ ആൻസറിൽ ഒന്നാമത്തെ അതാണ്. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്?
കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞു. ഓക്കെ. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയോ? പറയാം. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ക്ലിയർ ആയോ? ഓക്കെ. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ ആരും. നേരെ നോക്കി എഴുതിയാൽ മതിയേ. കണ്ണ് പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോവും. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? ഇപ്പൊ ഫിനിഷായേ. അത്രയേ ഉള്ളൂ. 2 മാർക്ക് വീതമുള്ള 2 ക്വസ്റ്റ്യൻസ്. കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? ഓക്കെ. ഫിനിഷായോ എല്ലാവർക്കും? മിസ് ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. എല്ലാരും എഴുതിയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ അർത്ഥം എഴുതാൻ, വേർഡ് മീനിങ് ആയിരുന്നു, അർത്ഥം എഴുതാനായിരുന്നു. അതില് ഒന്നാമത്തത് ശ്രദ്ധിക്കുക. ഇപ്പൊ ജ്ഞാനം, 2 മരതകം, 3 തെന്നൽ, 4 മധു, 5 പ്രസിദ്ധം, 6 ആദരം. അല്ലെ? 6 എണ്ണാണ് അർത്ഥം എഴുതാൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞ എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്. അല്ലെ? ഓപ്പോസിറ്റ് വേർഡില് ഒന്നാമത്തത് പ്രധാനം, രണ്ടാമത്തത് സമ്പന്നം, അടുത്തത് ചേർത്തെഴുതുക. അല്ലെ? അതില് ഒന്നാമത് ഞാൻ പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് പ്ലസ് അറിയാമോ? ഉത്തരം പറയല്ലേ. നിങ്ങൾക്ക് പ്ലസ് അറിയാമോ എന്നുള്ളത്. നെക്സ്റ്റ് മാതൃഭാഷ പ്ലസ് ആയ, 2 എണ്ണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പിരിച്ചെഴുതുകയാണ്. അതിൽ ഒന്നാമത്തത് നാം എത്രമേൽ, രണ്ടാമത്തത് വളരെയധികം, 2 എണ്ണം. പിന്നെ പറഞ്ഞത് വാക്യത്ത് പ്രയോഗിക്കുകയാണ്. വാക്യം നിർമ്മിക്കാം. അതിൽ ഒന്നാമത്തത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും, രണ്ടാമത്തത് ബഹുമതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 2 ക്വസ്റ്റ്യൻ ആൻസർ. അതിൽ ഒന്നാമത്തത് എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കടങ്കഥകളും പഴഞ്ചൊല്ലുകളും പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടോട്ടൽ ക്വസ്റ്റ്യൻ. അതിന് ഞാൻ മാർക്കും പറയാ. അർത്ഥത്തിന് ടോട്ടൽ 6 കഴിഞ്ഞു. അർത്ഥത്തിന് ടോട്ടൽ 6 ക്വസ്റ്റ്യൻ പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് 3 മാർക്കാണ്. എല്ലാം ശരിയായാലും 3 മാർക്ക് കിട്ടും. 1/2 മാർക്കാണ് ഒന്നിന്. ടോട്ടൽ ശരിയാണെങ്കിൽ 3 മാർക്ക്. 1 തെറ്റാണെങ്കിൽ എത്രയാവും? അന്നേരം 2.5. അല്ലേ? 2 എണ്ണം തെറ്റായാലോ 2. അങ്ങനെയാവും. ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞതിന് എത്ര? 1/2 മാർക്ക്. അപ്പൊ 2 എണ്ണേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് 2 ശരിയായാലും 1 മാർക്ക് കിട്ടും. 2 തെറ്റായാലോ 1 മാർക്ക് കിട്ടൂല. അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പിന്നെന്താണ്? ചേർത്ത് എഴുതുക. അതേപോലെ 1/2 മാർക്ക് വീതം 2 എണ്ണം പറഞ്ഞു. അത് കഴിഞ്ഞ് പിരിച്ചെഴുതുകയ്ക്കും 1/2 മാർക്ക് വീതമില്ല 2 എണ്ണം പറഞ്ഞു. അപ്പോൾ 1 മാർക്ക്. അല്ലേ? ചെയ്തോ? അതിനും നേരെ എഴുതിക്കോ. ചേർത്ത് എഴുതുകയ്ക്ക് 1 മാർക്ക്,
പിരിച്ചെഴുതുകൾക്ക് 1 മാർക്ക്, 2 ശരിയായാൽ. പിന്നെ വാക്യത്ത് പ്രയോഗിക്കുന്നതിനാണ് നല്ല മാർക്ക്, 2 മാർക്ക് ഉണ്ട്. 1 ശരിയായ 2 മാർക്ക്, 2 എണ്ണം ശരിയായാൽ 4 മാർക്കും കിട്ടും. ഓക്കെ. പിന്നെ വരുന്ന എന്താണെന്നറിയോ? അടുത്തത് ക്വസ്റ്റ്യൻ ആൻസർ. അതിനും 2 മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് എല്ലാം ശരിയായാലും നിങ്ങൾക്ക് 2 മാർക്ക്, അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയാൽ 2 മാർക്ക്. അപ്പോൾ അതിന് 4 മാർക്ക്. ടോട്ടൽ 10ഉം 4ഉം 14 മാർക്ക്. ടോട്ടൽ 14 മാർക്കിലാണ് ക്വസ്റ്റ്യൻ. എത്ര മാർക്ക്? 2 ശരിയായ 2 മാർക്ക് ഒന്നിന്. അപ്പൊ 4 മാർക്ക്. 2ഉം ശരിയായാലും 4 മാർക്ക് കിട്ടും. ഓക്കെ. ഓ, അർത്ഥത്തിന് എത്രയാണെന്നാ? മാർക്ക് 1/2 മാർക്ക് വീതം മോനെ. അപ്പൊ 6 എണ്ണത്തിന് 3 മാർക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ എക്സാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ പറഞ്ഞ മാർക്ക് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട്, മക്കളോ അമ്മമാർ നോക്കിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ആരും നോക്കി എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ? ആരും ആന്ന് പറയത്തേ? ഇല്ലാന്ന് പറയത്തേ? നോക്കിയിട്ട് ഇവരുണ്ടോ? ഓ, 2 ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? 2 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ ഷംവിലെ. 2 ക്വസ്റ്റ്യൻ ആൻസറും 2 വാക്യത്തിൽ പ്രയോഗിക്കണം. അപ്പൊ 4 8 മാർക്കായി നിങ്ങൾക്ക്. 4 എണ്ണം ശരി, അത് 4 ശരിയായാല് 8 മാർക്ക് കിട്ടും അല്ലേ? പിന്നെ വരുന്നതിനെല്ലാം 1/2 മാർക്ക് വീതമാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാ മക്കളും നോക്കിയിട്ട് മിസ്സിന് അതിന്റെ മാർക്ക് സെൻഡ് ചെയ്ത് തരണം. നോക്കട്ടെ ആരാ നല്ലപോലെ എഴുതിയെന്ന്. പിന്നെന്താ അടുത്ത കാര്യം? നിങ്ങൾ നല്ലപോലെ പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് റിവിഷൻ പോലെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് എക്സാം ഇടാം. ഓക്കെ. അടുത്ത ഇനിയിപ്പം നമുക്ക് ഒരു പീരീഡ് കൂടെ കിട്ടുന്നത് എടുക്കാൻ പറ്റുന്നില്ല. അത് ഏത് ദിവസമാണ്? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ട്യൂസ്ഡേയിൽ ഒരു പീരീഡ് ഉണ്ട്. അത് ഞാൻ എടുക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് 2-3 ടീച്ചേഴ്സിന് ഒരേ സമയം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റാറില്ല. അതാണ് ഞാൻ എടുക്കാൻ വിട്ടത്. കുറേ ലാപ്ടോപ്പ് വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആവും. ഓക്കെ, ബൈ ബൈ. ഇത് ശരിയില്ല. ഓക്കെ, ബൈ, സി യു.